السلام عليكم ورحمة الله. الحمد لله نحمده ونستعين به ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوة المؤمنون أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. قل صدق الله فاتبعوا ملة إبراهيم حنيفا وما كان من المشركين. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. ബഹുമാനമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, തഖ്വ ഉള്ളവരായി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അനുമതി പ്രകാരം കഅബയുടെ പുനരുദ്ധാരണം പൂർത്തിയാക്കുകയാണ്. അത് കഴിഞ്ഞ് അല്ലാഹു തആല ഇബ്രാഹിം നബിയോട് ആവശ്യപ്പെടുകയാണ്, ഇനി എല്ലാവരെയും ഹജ്ജിന് വിളിക്കണം എന്ന്. ഹജ്ജിന് വിളിക്കണം. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങളിൽ ഹജ്ജ് വിളംബരം ചെയ്യുക. യഅ്തൂക റിജാലൻ, അവര് നടന്നു വരും. വഅലാ കുല്ലി ദാമിരിൻ, ശക്തിയുള്ള മെലിഞ്ഞ കുതിരപ്പുറത്ത് അവർ വരും. യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വളരെ ദുർഘടം പിടിച്ച ഇടവഴികളിൽ നിന്ന് പോലും അവർ ഹജ്ജിന് വരും എന്ന് പറഞ്ഞ് വിളിക്കാൻ പറയാം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു അള്ളാഹുവിനോട്, ഞാൻ വിളിച്ചാൽ അവർ കേൾക്കുമോ? ഞാൻ വിളിക്കാം, പക്ഷെ എല്ലാവരും ഇങ്ങനെ കേൾക്കുക. അപ്പൊ അള്ളാഹു പറഞ്ഞു, അദ്ദിൻ അലയ്യൽ ബലാ, നിങ്ങൾ വിളിക്കി, ഞാൻ കേൾപ്പിച്ചു കൊള്ളാം, ഞാൻ കേൾപ്പിച്ചു കൊള്ളാം. അപ്പോ ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിളി കേൾപ്പിക്കുന്നത് അള്ളാഹുവാണ്. ആ വിളി കേട്ടവരാണ് ഹജ്ജിന് പോകുന്നത്. മരിച്ചുപോയ എത്രയോ ആളുകളുണ്ട്, അവർക്കൊന്നും, ചിലർക്ക് ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല. ജിദ്ദയിൽ പോയി ജോലി ചെയ്തവർ വരെ ഹജ്ജ് ചെയ്യാതെ മരിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് വലിയ സങ്കടമാണ്. കാരണം ആ വിളി കേൾക്കാൻ തൗഫീഖ് ഉണ്ടായില്ല, അള്ളാഹ് കേൾപ്പിച്ചില്ല. പക്ഷെ മനുഷ്യനാണല്ലോ, മനുഷ്യൻ അതൊന്ന് കേൾക്കാൻ ശ്രമിക്കണം എന്നത് അവന്റെ ഒരു ബാധ്യതയാണ്. ഇന്നും നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട്, ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല, പക്ഷെ ഹജ്ജിന് പോയിട്ടില്ല. ചിലർക്ക് ഹജ്ജിന് യാത്ര പറയുമ്പോൾ അത്ഭുതം തോന്നുന്നു.
അപ്പൊ ഇതുവരെ പോയിട്ടില്ലേ? ഞാൻ കരുതിക്കുന്ന എന്നോ പോയിട്ടുണ്ടാവുന്നതാണ്. ഇതുവരെ പോയിട്ടില്ല, അതിന് ഭാഗ്യം കിട്ടിയിട്ടില്ല, ഇല്ലെങ്കിൽ തയ്യാറായിട്ടില്ല. അവന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയാണല്ലോ, നമ്മൾ തയ്യാറാകുമ്പോഴേ അള്ള തയ്യാറാകൂ. അതൊരു പൊതു തത്വമാണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നമ്മൾ മനഃപരിവർത്തനം ഉണ്ടാക്കുമ്പോഴാണ്, ഞാൻ കഴിഞ്ഞ ആഴ്ച എന്റെ മുമ്പത്തെ ആഴ്ച സൂചിപ്പിച്ചു, ഹുസ്നുൽ ലൻ. നമ്മൾ എന്ത് വിചാരിക്കുന്നുവോ അതനുസരിച്ചാണ് അല്ലാഹ്. നമ്മളെ മനസ്സിൽ ആ ഒരു വിചാരമുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹു അതിനെ സഹായിക്കും. അതാണ് ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം തിരുത്തുന്നത് വരെ അള്ളാഹു തിരുത്തൂല. അപ്പൊ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിട്ടും ഹജ്ജിന് പോകാൻ മാത്രം കഴിയാത്ത ഒരുപാട് നിർഭാഗ്യവാന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ആലോചിച്ചു, ഒരു മുസ്ലിം അങ്ങനെ ഉണ്ടാകാൻ പാടുണ്ടോ? ഒരു മുസ്ലിമിന്റെ ഇസ്ലാം കാര്യം പൂർണ്ണമാവണമെങ്കിൽ അതിന്റെ സ്തംഭങ്ങൾ പൂർണ്ണമാവണം. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. ഇസ്ലാം എന്ന് പറയുന്നത് 5 പില്ലറാണ്, 5 തൂണുകളാണ്. അതിൽ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അതുണ്ട്, ഷഹാദത്തുണ്ട്, സ്വലാ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്. അവസാനത്തെ ഹജ്ജാണ്, 5ാമത്തത് ഹജ്ജാണ്. കാരണം ഒരു മനുഷ്യൻ പരിപൂർണമായി അള്ളാഹുവിലേക്ക് എത്തുന്നത് ഇത് പരിപൂർണമാകുമ്പോഴാണ്. 5 തൂണുകൾ ഉണ്ടെങ്കിലേ ബാക്കിയുള്ള കാര്യങ്ങൾ അതിന് ഉണ്ടാക്കാൻ കഴിയൂ. പ്രധാനമായ തൂണുകളാണ്. അപ്പൊ നിസ്കാരം കൃത്യമായി നിർവഹിക്കും, നോമ്പ് നിർവഹിക്കും, സക്കാത്ത് നിർവഹിക്കും. പക്ഷെ അതിനോടൊന്നുള്ള ഒരു താല്പര്യം ചില ആളുകൾക്കൊന്നും ഹജ്ജിനോട് ഇല്ല എന്നതുകൊണ്ടാണ് പലർക്കും ഹജ്ജ് ചെയ്യാൻ കഴിയാതെ പോകുന്നത്. ചെയ്തവർക്കും വേണമെങ്കിൽ ചെയ്യാം, വിരോധമൊന്നുമില്ല. ഒരു ഹജ്ജേ നിർബന്ധമുള്ളൂ, അതെങ്കിലും ചെയ്യണം. കാരണം ഇസ്ലാം പൂർണ്ണമാവണമെങ്കിൽ എല്ലാറ്റിനും നിബന്ധനയുണ്ട്. നിസ്കാരത്തിന് നിബന്ധനയുണ്ട്, നോമ്പ് നോൽക്കണമെങ്കിൽ നിബന്ധനയുണ്ട്, അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കണമെങ്കിൽ നിബന്ധനയുണ്ട്, ഹജ്ജെങ്കിലും നിബന്ധനയുണ്ട്. അത്രയേ ഉള്ളൂ, ബാക്കി സിമ്പിളാണ്. നിബന്ധനകൾ ഇസ്ലാമിലെ ഓരോ കാര്യത്തിലും. നബി തങ്ങൾ പറഞ്ഞു, അയ്യുഹന്നാസ് ഇന്നല്ലാഹ ഖദ് ഫറള അലൈക്കുമുൽ ഹജ്ജ ഫഹുജ്ജു. അല്ലാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യുക. അപ്പൊ ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങി, അഫീ കുല്ലി സനത്തിൻ യാ റസൂലല്ലാഹ്, എല്ലാ വർഷവും ഉണ്ടോ? മനുഷ്യരങ്ങനെയാണല്ലോ, ആവശ്യമില്ലാത്ത ചോദിക്കും, എല്ലാ വർഷവും ഉണ്ടോ? നബി മിണ്ടാതിരുന്നു. അവസാനം നബി പറഞ്ഞു, ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് നിർബന്ധമാകും, പിന്നെ നിങ്ങൾക്കത് കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടാൽ മതി. അധികമായി ചോദിക്കുന്നത് ബനു ഇസ്രായേലിലെ ശാപത്തിന് വിധേയമാകാൻ കാരണമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു. അപ്പൊ ഒരു പ്രാവശ്യമാണ് നിർബന്ധം. ആലോചിക്കൂ, മനുഷ്യൻ ഹജ്ജ് നിർവഹിച്ച് അതൊരു അവസാനം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് കഴിഞ്ഞ് നബി തങ്ങൾ മരിക്കാറാകുന്നതിന്റെ മുമ്പ് ഇസ്ലാമിൽ ചെയ്ത ഒരു വലിയ കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. ആ ഹജ്ജോടുകൂടെയാണ് ഇസ്ലാം തന്നെ പൂർണ്ണമാകുന്നത്. അതൊരു പെർഫെക്ഷൻ, അത് ആവശ്യം. ഓക്കെ, കുട്ടികൾ പറയും പെർഫെക്റ്റ് ഓക്കെ എന്ന് പറയില്ലേ? ഒരു മുസ്ലിമിന്റെ ഇസ്ലാമിന് അത് പെർഫെക്റ്റ് ആണ് എന്ന് പറയാൻ, ഓക്കെ എന്ന് പറയാനുള്ള ഏറ്റവും അവസാനത്തെ ഹജ്ജത്തുൽ വദാഇലാണ് നബി തങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ആയത്തിറങ്ങുന്നത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങളുടെ ദീനൊക്കെ പെർഫെക്റ്റ് ആയി, പൂർണ്ണമായി, വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കും അൽ ഇസ്ലാമ ദീന. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ജൂതം എന്ന് പറയാം, ഇങ്ങനെ ഒരായത്ത് ഞങ്ങൾക്കുണ്ടെങ്കിൽ ആ ദിവസത്തെ ഞങ്ങൾ അന്ന് പെരുന്നാളാക്കി മാറ്റുമായിരുന്നു, ആഘോഷമാക്കി മാറ്റുമായിരുന്നു.
ആഘോഷമായിട്ടുണ്ട്. വലിയ പെരുന്നാൾ നമുക്കറിയാം, നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഒരു മനുഷ്യൻ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊരു സമർപ്പണമാണ്. പരിപൂർണമായി റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കുക, അതിന്റെ പരിപൂർണതയാണ് ഹജ്ജ്. നിസ്കാരം ഒരു സമർപ്പണമാണ്. മനുഷ്യന്റെ ശരീരം, ഷഹാദത്ത് മനുഷ്യന്റെ മനസ്സിനെ ഒരു സമർപ്പണമാണ്. നിസ്കാരം മനുഷ്യന്റെ ശരീരത്തെ അള്ളാന്റെ മുമ്പിൽ സമർപ്പിക്കാൻ. നോമ്പ് ശരീരത്തെയും മനസ്സിനെയും അള്ളാഹുവിൽ സമർപ്പിക്കാൻ. സക്കാത്ത് സമ്പത്തിനെ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് പരിപൂർണമായ സമർപ്പണം. മനുഷ്യന്റെ സമ്പത്ത്, ശരീരം, കുടുംബം, രാജ്യം, നാട്ടുകാര്, കൂട്ടുകാര്, ഭാര്യ, കുടുംബം, എല്ലാം, മക്കള്, എല്ലാം റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നതിനാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതാണ് ഹജ്ജ്. ഒരൊറ്റ ഉദ്ദേശം മാത്രം. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക എന്നാണ് അർത്ഥം. ഹജ്ജ് ഉദ്ദേശിക്കുക. എന്താ ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന്റെ കഅബ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രീതി, അത് മാത്രം ഉദ്ദേശിച്ചു. ആലോചിക്കൂ, നമ്മളുമായുള്ള കഅബയുടെ ബന്ധം എത്രയാണ്. ഒരു മനുഷ്യൻ ഉറങ്ങുമ്പോ കിടക്കേണ്ടത് കഅബക്ക് തിരിഞ്ഞിട്ടാണ്, പറ്റുമെങ്കിൽ. മരിച്ചാ ഓനെ കടത്തേണ്ടത് കഅബക്ക് തിരിച്ചിട്ടാണ്. ഖബറിൽ ഓനെ കടത്തുന്നത് കഅബക്ക് തിരിച്ചിട്ടാണ്. അപ്പൊ ജനനം മുതൽ ഒരു മനുഷ്യൻ മഹ്ശറയിൽ അല്ലെങ്കിൽ പരലോകത്തെത്തുന്നത് വരെ അവന്റെ മുഖം കഅബയുമായി, മക്കയുമായി ബന്ധപ്പെട്ട് കിടക്കുക. നല്ല കാര്യങ്ങൾക്കൊക്കെ അവൻ ഖിബിലക്ക് അഭിമുഖീകരിച്ചുകൊണ്ടാണ് നിസ്കരിക്കുന്നത്, ഖിബിലക്ക് തിരിഞ്ഞിട്ടാണ്. അപ്പൊ ആ സ്ഥലക്കൊന്ന് മനസ്സിൽ ഉദ്ദേശിച്ച് അവിടേക്കൊന്ന് കാണാൻ പോവുക എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കേട്ടുകേൾവിയുള്ള ഒരു കാര്യത്തെ കാണുമ്പോ ഒരു മനുഷ്യന്റെ സന്തോഷം എത്രയാണ്. അപ്പൊ അവിടേക്കൊന്ന് കാണാൻ പോവുക എന്നത് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്, വലിയൊരു സമർപ്പണമാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത്, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തത്വഅ ഇലൈഹി സബീല. അള്ളാഹ്ക്ക് നിർബന്ധമാണ്, അള്ളാന്റെ ഒരു അവകാശമാണ്. എന്ത്? മനുഷ്യൻ ഹജ്ജ് ചെയ്യുക എന്ന് അള്ളാഹ്ക്ക് കൊടുക്കാനുള്ള ബാധ്യതയാണ്. ഹിജ്ജുൽ ബൈത്ത്, അൽ ബൈത്ത് എന്ന് പറയുന്ന കഅബ ഒന്ന് ഉദ്ദേശിച്ചു. ഖുർആനില് മക്ക എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. മക്ക എന്നതിന് ഭാഷാ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു അർത്ഥമുണ്ട്. മക്ക എന്ന് പറഞ്ഞാൽ ഉരുകി ഒലിക്കുന്നത് എന്നത്. മക്ക, മനുഷ്യന്റെ പാപങ്ങളൊക്കെ ഉരുകി ഒലിക്കും അവിടെ. കഅബ ആലയമാണ്, കഅബാലയത്തിൽ അലിഞ്ഞു ചേരും എല്ലാം. അവിടെ പാപങ്ങളൊക്കെ ഇല്ലാതാവും, മനുഷ്യന്റെ മനസ്സ് ഫ്രഷാവും. ബക്ക, ഞാൻ ഓതിയ ആയത്ത് അങ്ങനെയാണ്, വലില്ലാഹി പിന്നെ ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസി അല്ലദി ബിബക്കത. ബക്ക എന്ന് പറഞ്ഞാൽ ബക്ക ബി അനാഖിഹി, പെരടികളുടെ മേലെ കയറി നിൽക്കുന്നത് എന്നാണ്. എല്ലാരും പെരടി താഴ്ത്തി നിൽക്കും അവിടെ, അള്ളാഹ് മാത്രം മേലെയാണ്. ഏതൊരു രാജ്യത്തെ എത്ര വലിയ പൗരനാണെങ്കിലും പ്രഥമ പൗരൻ മുതൽ തുടങ്ങിയിട്ട് ഏറ്റവും താഴെയുള്ള പൗരന്മാര് വരെ അവിടെ ഒന്നാണ്. പ്രത്യേക രാജ്യത്തിന്റെ പ്രത്യേക നേതാവാണ് വിചാരിച്ചിട്ട് സോഫയും കടക്കൊന്നും അവിടെ ഇല്ല. പ്രത്യേകിച്ച് മുസ്ദലിഫയിലൊക്കെ എല്ലാവരും തുല്യമാണ്, മേലെ പടച്ചോൻ മാത്രമാണ്. ആര് തമ്മിലും ഒരു വിവേചനമില്ല, എല്ലാവരും റബ്ബിന്റെ അടുത്ത് തുല്യമാണ്. റബ്ബ് മാത്രം മേലെയുള്ള ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു പറയാ, വലില്ലാഹി അലന്നാസ് ഹജ്ജുൽ ബൈത്ത്, ആ സ്ഥലം ഉദ്ദേശിച്ചുകൊണ്ടൊന്ന് പുറപ്പെടണം. പക്ഷെ മനിസ്തത്വഅ ഇലൈഹി സബീല, അതില് കഴിയുന്ന ആളുകൾ. സബീലൻ എന്നാണ് മാർഗം, വഴി എന്ന്. എന്താണ് ഹജ്ജ് ചെയ്യാനുള്ള കഴിവ്? അസ്സാദു വറാഹിലതു എന്ന്. ഹജ്ജ് ചെയ്യാനുള്ള കഴിവ് അസ്സാദു വറാഹിലതു, ഭക്ഷണം ഉണ്ടാവും. ഹജ്ജ് ചെയ്ത് വരുന്നവരെ തിന്നാൻ വേണം, ഭക്ഷണം വേണം. ആർക്ക്? അവനും അവന്റെ കുടുംബത്തിനും. ഹജ്ജ് എന്നുള്ളത് നമുക്കറിയാം 6 ദിവസത്തെ പരിപാടിയുള്ളൂ. ഹജ്ജ് വെറും 6 ദിവസത്തെ പരിപാടിയാണ്. പക്ഷെ ഇതൊക്കെ ക്ലാസ് എടുത്തിട്ട് മനുഷ്യനെ ഭ്രാന്തന്മാരാക്കണത് ഈ സംഘടനക്കാരും പാർട്ടിക്കാരും ഒക്കെ കൂടി ഹജ്ജ് ക്ലാസ് തന്നെ കൊണ്ടുപോയെടുത്തിട്ട് ഇവനാകെ ഭ്രാന്തനാക്കി മാറ്റാം. യഥാർത്ഥത്തിൽ ഹജ്ജാണ് ഭ്രാന്ത്.
ഹജ്ജാണ് ഭ്രാന്തമായ ആവേശം, ഹജ്ജിനാണ്. ആലോചിച്ചു നോക്കൂ, വേറൊന്നും ലക്ഷ്യമില്ല. യഥാർത്ഥത്തിൽ മരിച്ചു പോണ മാതിരി ഇവിടുന്നാണ് പോവുക. 2 കഷ്ണം തുണി, അടിവസ്ത്രമല്ല, ചെരുപ്പില്ല. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഓർഡറുകളൊക്കെ ഡിസോർഡർ ആയിട്ടാണ് പോകുന്നത്. നഖം മുറിക്കാൻ പറ്റൂല, മുടി കൊഴിയാൻ പാടില്ല, എണ്ണ തേക്കാൻ പറ്റൂല, സുഗന്ധം ഉപയോഗിക്കാൻ പറ്റൂല. ആകെ കൂടി ഒരു ഭ്രാന്തമായ ആവേശമാണ്. അതെന്ത്? പടച്ചതമ്പുരാനിലേക്കുള്ള ഒരാവേശം. അതാണ് സബീൽ. അപ്പൊ ഭക്ഷണം അതാ, ഒന്നുമില്ല കാര്യമായിട്ട്. അപ്പൊ പോയി വരുന്നവരുള്ള ഭക്ഷണം, തന്റെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഭക്ഷണം. പിന്നെ അസ്സാജ് വറാഹില, വാഹനം വേണം, പോയി വരാനുള്ള സൗകര്യവും ഉണ്ടാവണം, യാത്രാ സൗകര്യം ഉണ്ടാവണം. ഖുർആൻ പറയുന്നുണ്ട്, വതസവ്വദൂ, നിങ്ങൾ ഹജ്ജിന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുക. ഫൈന ഖൈറസ്സാദി അത്തഖ്വ, കൊണ്ടോണ്ട കൂട്ടത്തിൽ ഹജ്ജിന് പോകുമ്പോ കൊണ്ടുപോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് തഖ്വയാണ്. തഖ്വയാണ് ഏറ്റവും നല്ല ഭക്ഷണം, അതാണ് കൊണ്ടോണ്ടത് എന്നാണ്. അത് അവിടെ പോയിട്ട് തഖ്വ വാങ്ങി ഇങ്ങോട്ട് കൊണ്ടുവരാൻ നല്ല പറഞ്ഞത്. നിങ്ങൾ കൊണ്ടുപോകുന്ന കൂട്ടത്തില്, എല്ലാം ഉള്ള കൂട്ടത്തില് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് ഭൗതികമായിട്ട് പാസ്പോർട്ടാണെങ്കിൽ ആത്മീയമായിട്ട് തഖ്വയാണ്. അല്ലാതെ ഇനിയിപ്പോ എന്റെ നാട്ടിൽ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ എന്നും പറഞ്ഞിട്ട് ഓൻ പോവുക. എല്ലാരും പോയി, നാത്തൂനും പോയി, മറ്റോളും പോയി, ഇവളും പോയി, മൂത്തച്ചിയും പോയി, ഇനിയിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ പോക്കല്ല, അതല്ല ഹജ്ജിന് പോക്ക്. വഴിയുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പടച്ചതമ്പുരാനിൽ കഅബത്തില് അതിന്റെ ചുറ്റുഭാഗത്തൊന്ന് ലയിക്കാനുള്ള ഒരു യാത്രയാണ് ഹജ്ജിന്റെ യാത്ര. അസ്സാദു വറാഹില, അതുണ്ടായാൽ നിർബന്ധമായിട്ടും അവൻ പോകണമെന്ന ഒരു യാത്ര. ആലോചിക്കൂ, മനുഷ്യനൊരു യാത്ര ആവശ്യം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഒക്കെ പറഞ്ഞിട്ടുണ്ട്, സാഫിർ ഫഫിൽ അസ്ഫാരി ഖംസു ഫവായിദി. ഇടക്കൊക്കെ മനുഷ്യൻ അവിടെ ഇവിടേക്ക് ഒന്ന് പോയി നോക്കണം. പല പണ്ഡിതന്മാരെയും കിതാബ് എഴുതിയ ആളുകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അവരൊന്നും ജനിച്ചോടത്തല്ല മരിച്ചത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു എന്ന് തോന്നുന്നു, എവിടെ മരിക്കും എന്ന് അറിയില്ല എന്നതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ ഖബർ പോലും കുഴിച്ചിടല് സുന്നത്തോ നിർബന്ധ കാര്യങ്ങളൊന്നും പാടില്ല എന്നാ പറഞ്ഞത്. കാരണം നമ്മൾ എവിടെ മരിക്കാന്നറിയില്ല. യാത്ര പോകുന്ന എന്താ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, തഫറുജു ഹമ്മിൻ, മനോവിഷമങ്ങളൊക്കെ കുറഞ്ഞിട്ടു. പിന്നെ വക്തിസാബു മഈശത്തി, ചിലപ്പോ ജോലി കിട്ടും, നല്ല ശമ്പളം കിട്ടും, നല്ല ജോലി കിട്ടും. ഇൽമുൻ, അറിവ് കിട്ടും. യാത്ര പോയാൽ നല്ല അറിവ് കിട്ടും. ആദാബ്, നല്ല സംസ്കാരം കിട്ടും. നല്ല സംസ്കാരം. നമുക്കറിയാം, സംസ്കാര ശൂന്യത പുറം ലോകം അറിയാത്തവനിൽ നിന്നാണ് കൂടുതൽ ഉണ്ടാകുക. അവനെ പഠിപ്പിച്ചാൻ കഴിയില്ല. വസുഹ്ബത്തു മാജിദി, നല്ല സൗഹൃദബന്ധങ്ങൾ, സുഹൃബന്ധങ്ങൾ കിട്ടും. അതുകൊണ്ട് മനുഷ്യനൊക്കെ യാത്ര ചെയ്യും. ഇനി വേറൊരു വലിയ യാത്ര വരാനുണ്ട്, അത് പരലോകത്തേക്കുള്ള യാത്രയാണ്. ആ പരലോകത്തേക്കുള്ള യാത്രയെ അനുസ്മരിപ്പിക്കും വിധമായിരിക്കാം ഇവിടുന്ന് ഒരു യാത്ര. നമ്മൾ കാണാത്ത അത്ഭുതങ്ങൾ പരലോകത്ത് എന്തൊക്കെ ഉണ്ട് അള്ളാഹ് പറയുന്നുണ്ട്. അപ്പോ ഇത് പരലോകത്തല്ല, ദുന്യാവിൽ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണാത്ത ചിലതൊക്കെ ഉണ്ട് എന്ന് ബോധ്യമാകാൻ കഅബയിലേക്കുള്ള ഒരു യാത്ര ഉപകാരപ്പെടും എന്നതാണ് അതിന്റെ പിന്നില്. ഒരു ഭൗതികമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതാണ്. നമുക്കറിയാം, ലോകത്തുള്ള എല്ലാ ടെക്നോളജികളും ഉപയോഗിക്കുന്ന ലോകത്തെ ഒരേ ഒരു രാജ്യം മക്ക മാത്രമാണ്, ഹറമാണ്. എന്തെല്ലാം ടെക്നോളജി, അത് എഞ്ചിനീയറിംഗ് അങ്ങനെ ആവട്ടെ, IT ആവട്ടെ, കമ്പ്യൂട്ടർ ആവട്ടെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആവട്ടെ, ലോകത്ത് എന്തെല്ലാം ടെക്നോളജി ഇറങ്ങിയിട്ടുണ്ടോ അത് മുഴുവനും ഉപയോഗിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധമായ ഒരു കേന്ദ്രം ഇന്ന് ഹറമുല പള്ളിയാണ്. എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഒരു ടെസ്റ്റ് ഡോസ്, പരലോകത്തിന്റെ ഒരു ടെസ്റ്റ് ഡോസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. എന്തിനാ ഹജ്ജ് പോണത്? ലിയഷ്ഹദൂ മനാഫിഅ ലഹും. ഇബ്രാഹിം നബിയോട് വിളിക്കാൻ പറഞ്ഞപ്പോ അവര് വരും എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞു കൊടുത്തത് ലിയഷ്ഹദൂ മനാഫിഅ ലഹും, അവരുടെ ഉപകാരങ്ങൾക്ക് അവർ സാക്ഷിയാവണം. എന്തൊക്കെയാണ് അവർ കാണുന്നത്? അവരത് കാണണം. അവര് അറഫ കാണണം. എന്തിന്? പരലോകത്തിന് സാക്ഷിയാവാൻ.
അറഫയിൽ ഇങ്ങനെ എല്ലാവരും, ആരും വ്യത്യാസം, ഒരേ ഡ്രസ്സിൽ, ഒരേ രാജ്യക്കാർ, ഒക്കെ വിയർത്ത് കുളിച്ച്, ഒരേ പ്രാർത്ഥന, ഒരേ മന്ത്രം, ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ച് നിൽക്കുമ്പോ നമുക്ക് മഹ്ശർ ഓർമ്മ വരണമെന്ന്. മുസ്ദലിഫയിലെ മേലെ ആകാശം, താഴെ ഭൂമി, ടെന്റ് പോലും ഇതുവരെ ഇല്ല. അപ്പൊ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോ നമുക്ക് ആ ഖബർ കിടക്കണൊക്കെ ഓർമ്മ വരണം. മിനായിലെ ടെന്റില് അളന്ന് മുറിച്ച് ഒരാൾക്കുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ. അളന്ന് മുറിച്ച് ഖബർ കിടക്കും പോലെ കിടക്കുമ്പോ ആ കീഖബർ നമുക്കൊന്ന് ഓർമ്മ വരണം. അവിടുത്തെ സംസം, അതുപോലെ തന്നെ സഫാ മറുവയുടെ ഇടയിലുള്ള നടത്തം, ഇതൊക്കെ കാണുമ്പോ നമ്മുടെ മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഹാജറ ബീവിയും സഹിച്ചിട്ടുള്ള ത്യാഗങ്ങളെ കുറിച്ച് ഓർക്കണം. അറഫയില്, അതുപോലെ തന്നെ മക്കയില്, അതുപോലെ ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് അവിടെയൊക്കെ വരുമ്പോ പൂർവീകരായിട്ടുള്ള അമ്പിയാക്കളെ നമ്മൾ ഓർക്കണം. അള്ളാഹിന്റെ പേരുകൾ ഓർക്കാൻ വേണ്ടി ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ നേരത്തെ ഹജ്ജിന് പോകണം. ഈ കൺസെപ്റ്റ്, ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് വന്നിട്ടില്ല. നേരത്തെ ഹജ്ജിന് പോകുക എന്നുള്ളത് വന്നിട്ടില്ല. നമ്മളൊക്കെ മനസ്സിലാക്കിയത് മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ചെയ്യേണ്ട ഒരു അമലാണ്, അല്ലെങ്കിൽ ബോധം പോയിട്ട് ചെയ്യേണ്ട അമലാണ്. മാറ്റണം, തിരുത്തണം. ചെറുപ്പക്കാരായ ആളുകൾ ഹജ്ജിന് പോയാലേ ഹജ്ജിന്റെ ആത്മീയതയും ഹജ്ജിന്റെ ആ മനാഫിഅകളും നേടിയെടുക്കാൻ സാധിക്കൂ. നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കറിയോ, പ്രായമുള്ള ആളുകൾ ഹജ്ജിന് പോയിട്ട് എന്താ അവർക്ക് ആസ്വദിക്കാൻ കഴിയുക? ഒരു കാനേശുമാരി ഹജ്ജായിട്ട് അത് മാറും. അതുകൊണ്ട് തന്നെ പല ഗ്രൂപ്പുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹജ്ജിന്റെ പരസ്യം കണ്ടാൽ തോന്നുന്ന വല്ല ആര്യവൈദ്യ ആശുപത്രിയിലേക്കും പിന്നെ ഉഴിച്ചില് പോകാണോ എന്ന് തോന്നിപ്പോവും. ആ ജാതി പരസ്യമാണ് കൊടുക്കല്. കൊട്ടൻചുക്കാതി തൈലം, നാടൻ കഞ്ഞി, മീനിന്റെ അച്ചാറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ, അതാണ് ഹജ്ജിന് കാര്യപ്പെട്ട സംഗതി. നിങ്ങൾക്കറിയോ, ഒരു അമീറിനോട് പറയാം, പോലീസുകാരൻ, അദ്ദേഹം പറയാ, അവനാന്റെ പെരന്റെ ഉമ്മരം കാണാത്തവനാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നാണ്. അവനാന്റെ പേരുടെ ഉമ്മരം കാണാത്തവനാണ് മക്കത്തേക്ക് ഹജ്ജിന് പോണത്. എന്താ കോലം? പിന്നെ കാണാ, പേപ്പറിൽ കാണാതായി, കണ്ടു കിട്ടുന്നവരെ അവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, അവിടെ ഉണ്ടാവും, അങ്ങനെ അന്വേഷിക്കുക, അതിങ്ങനെ ഷെയർ ചെയ്യുക. ആരോഗ്യമുള്ള സമയത്ത് ഇതൊക്കെ ആസ്വദിക്കാൻ കഴിയണം. ഇനി തീരെ കഴിയാത്തവർ അപ്പൊ പോണ്ടെന്നല്ല പറഞ്ഞിട്ടോ. സൂറത്തുൻ നിസാ ഖുർആനിൽ അതില് അനന്തരാവകാശ സ്വത്ത് ഓഹരി വെക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ പല സ്ഥലത്തും അനന്തര സ്വത്ത് ഓരി വെക്കുന്നതിന് മുമ്പൊരു കാര്യം പറഞ്ഞു, മിൻ ബഅദി വസിയ്യത്തിൻ യൂസാ ബിഹാ ഔ ദൈൻ. അനന്തര സ്വത്ത് ഓഹരി വെക്കുമ്പോ എന്ത് ചെയ്യണം? അവന്റെ വസിയ്യത്ത് നിറവേറ്റണം. ദൈൻ അല്ലെങ്കിൽ കടം. ഏതാണ് ആദ്യം നിറവേറ്റേണ്ടത്? കടം. എത്ര തരം കടമുണ്ട്? 2 തരം കടമുണ്ട്. ഏത് കടമാണ് ആദ്യം വീട്ടേണ്ടത്? മനുഷ്യരോടുള്ള കടം. പിന്നെ വീട്ടേണ്ട കടം അള്ളാഹുവോടുള്ള കടം. ഒരു ഹജ്ജ് പോലും നേരെ ചൊവ്വ നിർവഹിക്കാതെ കണ്ടമാനം അനന്തര സ്വത്തും കുട്ടികൾക്ക് ഇട്ടേച്ചു പോയാൽ അവരാദ്യം അത് നിർവഹിക്കേണ്ടത് ഈ മരിച്ചുപോയവന്റെ ഹജ്ജാണ്. അറിയോ? അപ്പൊ അതുകൊണ്ട് കുട്ടികളെ ഏൽപ്പിച്ച് തല്ലുമ്പക്കാൻ നിൽക്കാൻ കണ്ട ഉണ്ടെങ്കിലൊക്കെ വിറ്റ് ഇപ്പൊ തന്നെ പോയിക്കോളി, അതേ നമുക്ക് ഉണ്ടാവുള്ളൂ എന്ന്. അതും കൂടി അനുഭവിക്കുക. നിങ്ങൾ ആലോചിച്ചു, എത്രയും മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. എനിക്കറിയാം, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട മക്കള് വയസ്സുകാലത്തൊന്നും തിരിഞ്ഞോക്ക് പോലും ചെയ്യൂല. അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. ഇവൻ ഹജ്ജ് പോലും നിർവഹിച്ചിട്ടില്ല, സക്കാത്ത് നേരെ ചൊവ്വ കൊടുത്തിട്ടില്ല. ആർക്കാണ് സമ്പാദിച്ചു വെക്കുന്നത്? കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അത് മതി. നമുക്ക് പല മുറിഞ്ഞായങ്ങളും മുട്ടുന്യായങ്ങളൊക്കെയാണ്. അല്ല ചോക്കു, നമ്മുടെ ഹൈദരാബാദ്, ഇന്ത്യയിലുള്ള രാജ്യം ഹൈദരാബാദ്, ഇനി അപ്പുറത്ത് ഇന്തോനേഷ്യ മുസ്ലിം രാജ്യമാണ്. അവിടെയൊക്കെ കുട്ടികളെ കല്യാണം അന്വേഷിച്ച് ചെയ്യുമ്പോ ചോദിക്കുക, നമ്മളൊക്കെ ഇപ്പൊ ചോദിക്കല് നിസ്കരിക്കലുണ്ടെന്ന്. പവും ചോദിച്ചാൽ പെണ്ണിട്ടൂല. പണ്ടൊക്കെ ചോദിച്ചിരുന്ന യാസീനും അൽക്കഫൊക്കെ അറിയില്ലേന്നൊക്കെ ചോദിച്ചു. ഇപ്പോ ഒരു ഉമ്മ പറഞ്ഞ ആജാതി പൊന്നാരം ഞാൻ പഠിപ്പിച്ചിട്ടില്ല, അവിടെ നിന്ന് കിട്ടാ അത് ചോദിക്കലും മാറ്റും. ഇപ്പൊ പിന്നെ ചോദിക്കല 5 വക്ത് നിസ്കരിക്കലുണ്ടോന്ന്. ഇപ്പൊ അതും ചോദിക്കാൻ പാടില്ല. പിന്നെ എന്തോ ഒരു വല്ലാത്തൊരാളാണ് കെട്ടിച്ചൊടുക്കാൻ പാടില്ല. പക്ഷെ അവിടേക്ക് എപ്പോഴും ഹജ്ജ് ഇതുക്കോന്നാ ചോദിക്കാം. പുതിയാപ്പിള പെണ്ണാണാൻ വന്നാലേ ഇവിടെ അങ്ങനെ ചോദിച്ചാൽ എന്തേ? കാരണം കേരളത്തിൽ ഒറ്റ കല്യാണം നടക്കില്ല. ഹജ്ജ് ഇതുക്കണോന്നാ ചോദിക്കുക.
അവർക്കറിയാം അത് വേണ്ട കാര്യമാണ്. നിസ്കരിക്കോന്ന് ചോദിക്കണ പോലെ, നോമ്പ് വിൽക്കോ ചോദിക്കണ പോലെ, സക്കാത്ത് കൊടുക്കോ ചോദിക്കണ പോലെ, ഹജ്ജ് ചെയ്തുക്കണോ ചോദിക്കണം. ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ ഹജ്ജ് ചെയ്ത് വന്നിട്ട് കെട്ടാന്നാ പറയാ. അത്രയാണ്. നമ്മുടെ നാട്ടിലോ 50 വയസ്സ് 55 വയസ്സായാലോട് ഹജ്ജ് ചെയ്ത് അതിനൊന്നും ആയിട്ടില്ല, ഹജ്ജ് എത്ര ഗജനം, അതിനൊന്നും ആയിട്ടില്ല. ഒരു മാഷോട് ചോദിച്ചാൽ അത് റിട്ടയർഡ് ആകുമ്പോ കിട്ടുന്ന പൈസ ആയിട്ടാണ് പോകാന്ന് വിചാരിക്കും. ഓ റിട്ടയർഡ് ആകുന്നിരിക്കും. ഇതൊക്കെ ഏത് നിയമം? ഇല്ലെങ്കിലോ കുട്ടി ചെറിയൊരു പെൺകുട്ടി വലുതാകാനുണ്ട്. ആരോടായി പറയണത്? അള്ളഹാനോട് പറയാണ്, അള്ളേ അവിടെ പടച്ചോനെ എനിക്കൊരു പെൺകുട്ടിയെ വലുതാകാനുണ്ട്, അതിനെ കെട്ടിച്ചിട്ട്. അള്ളേ പെൺകുട്ടിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പെൺകുട്ടിയെ കെട്ടിക്കാൻ എന്തെങ്കിലും ഒരു ചെലവ് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഉണ്ടാക്കിയതല്ലാതെ. ഒരു പെൺകുട്ടിയെ കെട്ടിക്കാൻ ഒരു ചെലവും അള്ള പറഞ്ഞിട്ടില്ല, ഒരൊറ്റ ചെലവില്ല. മഹർ ഇങ്ങോട്ട് കിട്ടും, വലീമത്ത് പുതിയാപ്പിളെ കൊടുക്കേണ്ടത്, ബാക്കിയൊക്കെ നാട്ടാചാരമാണ്. അതും പറഞ്ഞിട്ട് കുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി കാത്തിരിക്കാൻ ഹജ്ജിന് പോകില്ല. എത്രയോ ആളുകൾ ലോകത്തെല്ലാം കറങ്ങും, വേൾഡ് ടൂർ വരെ നടത്തുന്ന ആളുകളുണ്ട് ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട്. പക്ഷെ ഹജ്ജിന് പോയിട്ടുണ്ടാവില്ല, അതിനായിട്ടില്ല എന്നാണ്. അത് തലയൊക്കെ നിറച്ച് തന്തയെ ഏറ്റവും അവസാനം ചെയ്യേണ്ട പരിപാടിയാണ്, അങ്ങനെ ഏറ്റിക്കൊണ്ടോണ്ട പരിപാടിയാണ് എല്ലാരെയും ധാരണ. അത് മാറ്റണം, ആ കാഴ്ചപ്പാട് മാറ്റണം. അത് ഇസ്ലാമിൽ എവിടെയില്ല, ഖുർആനിൽ എവിടെയില്ല, ഹദീസിൽ എവിടെയില്ല. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഹജ്ജ് ചെയ്യണം. താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, നിങ്ങൾ ഹജ്ജും ഉംറയും ചെയ്യുക. കാരണം ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖർ, അത് നിങ്ങൾക്ക് ദാരിദ്ര്യം ഇല്ലാതാക്കുന്ന. നമ്മൾ വിചാരിക്കുന്ന ഹജ്ജിന് പോയാൽ ദരിദ്രനാവുന്ന, അല്ല. ഹജ്ജിന് പോയാൽ ദാരിദ്ര്യം ഉണ്ടാവൂല എന്നാണ്. ചിലപ്പോ നമുക്ക് എന്തെങ്കിലും വേറെ കാര്യം നിശ്ചയിച്ചിട്ടുണ്ടാവും. ഹജ്ജിന് പോകാൻ അടുത്തച്ച പണം കൊണ്ട് ചിലപ്പോൾ കിഡ്നി മാറ്റി വെക്കേണ്ടി വരും, എന്തായാലും തികയില്ല, നാട്ടുകാരിൽ നിന്ന് പിരിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ലിവർ മാറ്റി വെക്കേണ്ടി വരും, ഇല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന് കാലാകാല ആശുപത്രി കിടക്കേണ്ടി വരും. അതൊന്നും നമ്മൾ ചിന്തിക്കൂല. നമ്മൾ ഇപ്പോഴത്തെ ആലോചിക്കൂ, എന്തൊക്കെ പഴയ കാലത്ത് കോടാനുകോടിക്കണക്കിന് ആളുകൾക്ക് പൈസ ഉണ്ടായിരുന്നു, ആളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു പഴയ കാലത്ത്. നമ്മുടെ പിന്നെ നിസാമിയ ഭരണമൊക്കെ ഉണ്ട്, നിസാം ഭരണം. ആ കാലത്തിൽ ചരിത്രത്തിൽ നോക്കി. പക്ഷെ അവർക്ക് ഹജ്ജിന് പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇന്നൊരൊറ്റ കാര്യമുള്ളൂ, സൗകര്യങ്ങൾ ധാരാളം ഉണ്ട്. ഇന്നിപ്പോ നടന്നു പോകുന്നും വേണ്ട, പൈസ മാത്രം മതി. പക്ഷെ പൈസ ഉണ്ട്, അതല്ലാത്ത എല്ലാറ്റിനും പൈസ ഉണ്ട്. ലക്ഷങ്ങൾ പൊടിച്ച് ആർഭാട കല്യാണങ്ങൾ നടത്തുന്ന ആൾക്കാർ ഹജ്ജിന് പോയിട്ടുണ്ടാവില്ല. ആർഭാട കല്യാണം നടത്തണമെങ്കിൽ 15 ലക്ഷം 20 ലക്ഷം പൊടിച്ചിട്ടാണ് കല്യാണങ്ങൾ നടത്തുന്നത്. പക്ഷെ ആ കുടുംബത്തിൽ എത്ര ആള് ഹജ്ജിന് പോകാത്തവരുണ്ടാവും? എന്നിട്ടോ എന്താ അതുകൊണ്ട് കാര്യം? നാട്ടുകാർക്കൊക്കെ കൂടി തിന്നാൻ കൊടുത്തിരുന്ന കാര്യം, ഓ പല്ല് കുത്തിയിട്ട് പറയും കുറച്ച് ഉപ്പ് അധികമാണ് പറയും, കഴിഞ്ഞു, അതോടെ അത് അവസാനിച്ചു. വേണ്ടെന്നല്ല പറഞ്ഞു. പക്ഷെ ഇവന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞിട്ടില്ല. ഇവന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ ഇവന്റെ മക്കൾ ഹജ്ജിന് പോയിട്ടില്ല, പേരക്കുട്ടികൾ ഹജ്ജിന് പോയിട്ടില്ല. അതിനൊന്നും പൈസ ചെലവാക്കാതെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ ഇവന്റെ പൈസ ഒക്കെ ചെലവാക്കിയിട്ട് എന്ത് കാര്യം? ഓനെന്ത് ഇസ്ലാം? അവന്റെ ഒരു തൂണ് പൊളിഞ്ഞു പോയിക്കുന്നു. ഇസ്ലാമില് എന്തില്ല? ഒരു തൂണില്ല, ഒരു റുക്കിന് പൊളിഞ്ഞു പോയി. ഓനോട് അള്ളഹാനോട് പറയാൻ പറ്റുമോ, കുറച്ചോനെ ഞാൻ അങ്ങനെയൊക്കെയാണ് കായ് ചെലവാക്കിയത്, എനിക്ക് കായ് ഉണ്ടായിട്ടില്ല ഹജ്ജിന് പോകാൻ? ഇല്ല. അവർ കാഴ്ചപ്പാട് നമ്മൾ മാറ്റണം എന്നാണ്. നോക്കൂ, ആളുകൾ മാറി വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ധാരാളക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിൽ 2024 ഹജ്ജിന് പോയിട്ടുണ്ട്. അത് അധികം പ്രായമുള്ളവരല്ല, പ്രായമില്ലാത്ത ചെറുപ്പക്കാരെന്നെ പോയിട്ടുണ്ട്. എന്താ അനുഭവം? എനിക്ക് പറയാനുള്ളത്, ഹജ്ജിന് പോകാത്തവരൊക്കെ കുറെ കാലം മുമ്പ് പോയവർക്കൊക്കെ ഇനിയും കാശുണ്ടെങ്കിൽ പോകാം, വിരോധമൊന്നുമില്ല. ചിലര് പറയാം അതുകൊണ്ട് മറ്റൊന്നെ സഹായിച്ചൂടെ, പാവപ്പെട്ട കിഡ്നി മാറ്റിച്ചൂടെ, അതൊക്കെ പറയാം. അതൊക്കെ പറച്ചിലുള്ളൂ. കിഡ്നി മാറ്റിയേക്കൂല, ഹജ്ജിന് പോകില്ല, രണ്ടും ഉണ്ടാവില്ല. മാറ്റിച്ച കുഴപ്പമൊന്നുമില്ല. ഓ ഇതിനും കൊടുക്കൂല അതിനും കൊടുക്കൂല. അതെ ചില പിഷ്കന്മാർ കഴിച്ചിലാവാനുള്ള ചില തത്വശാസ്ത്രങ്ങളാണ്. ഓന് പിരിവും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട, എവിടെയും പോണ്ട, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ചെയ്യാണെങ്കിൽ അൽഹംദുലില്ലാ നല്ലതാണ്. അതല്ലെങ്കിൽ അവൻ പോയിക്കോട്ടെ, വീണ്ടും പോട്ടെ. ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖർ, അത് ഫഖർ ഇല്ലാതാക്കുന്നു. അപ്പൊ 5, 6, 7 ഇപ്പോഴത്തെ എത്ര റേറ്റ് എന്ന് അറിയില്ല, 6, 7 ഒക്കെ ലക്ഷം ചെലവാക്കിയാലും അതിന് അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. നബി തങ്ങൾ പറയാ, പെട്ടെന്ന് ഹജ്ജ് ചെയ്യണം. അവൻ എന്ത് സംഭവിക്കുമെന്ന് അവൻ അറിയില്ല. ആലോചിക്കൂ, നമ്മൾ റിട്ടയർഡ് ആകാൻ കാത്തിരിക്കുക. അതിന്റെ ഒപ്പം മരിച്ചു പോയിക്കൂടെ, ഒന്ന് കിടപ്പിലായിക്കൂടെ? ഇല്ലെങ്കിൽ നമുക്ക് ഇതിലേറെ നബി തങ്ങൾ പറയാം, അത് യംറദുൽ മരീദ്, ചിലപ്പോ രോഗിയായി മാറും, പറയാൻ പറ്റൂല. നമ്മള് ഈ കൊല്ലം അടുത്ത കൊല്ലം പോണെന്ന് വിചാരിച്ചു, പറയാൻ പറ്റൂല. വഖദ് യകൂൽ ഹാജ, അതിലേറെ വലിയ ആവശ്യങ്ങളുണ്ടാവും, അതിലേറെ വലിയ ആവശ്യങ്ങളുണ്ടാവും, അപ്പോഴും പോകാൻ പറ്റൂല. അതുകൊണ്ട് ബാദിറു ബിൽ ഹജ്ജ്, നിങ്ങൾ പെട്ടെന്ന് ഹജ്ജ് ചെയ്യണം.
കാരണം ഹജ്ജ് എന്നുള്ളത് വഫ്ദുല്ലാഹ്, അള്ളാഹുവിന്റെ വഫ്ദാൻ, അള്ളാഹുവിന്റെ നിവേദക സംഘമാണ്. ഒരു നിവേദക സംഘം എന്ന് പറഞ്ഞാൽ തന്നെ രാജ്യത്തെ ഏറ്റവും ഉത്തമരായിരിക്കും അല്ലെ. ഒരു വോട്ടിൽ ഇലക്ഷന് സ്ഥാനാർത്ഥിയാക്കി നിർത്താരെ ആരെങ്കിലും ആട്ടിപ്പിടിച്ച് നിർത്തല്ലോ, നാട്ടിലെ വിശ്വാസപ്പെട്ട ഒരാളെ. അപ്പൊ അള്ളാന്റെ ഒരു നിവേദക സംഘമാണ്, അള്ളാന്റെ ലയൂഫാണ്, ലൈഫുകളാണ്. എന്താ ലൈഫിന്റെ പ്രത്യേകത? ഒരതി നമ്മുടെ വീട്ടിൽ വന്ന് ടോയ്ലറ്റ് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഒരുക്കി കൊടുക്കും, വൃത്തിയില്ലാത്തൊക്കെ വൃത്തിയാക്കി കൊടുക്കും, പറഞ്ഞതൊക്കെ കേൾക്കും, പറഞ്ഞതൊക്കെ ചെയ്യാൻ പിന്നെ അനുവദിച്ചു കൊടുക്കും. അതന്നെയാണ് ലയൂഫുർ റഹ്മാൻ. ഇവിടെ നമ്മൾ ജീവിക്കുന്നത് ഇബാദുർ റഹ്മാൻ ആണെങ്കിൽ അള്ളാഹു വിളിച്ചാൽ നമ്മൾ പോകുന്നത് ലയൂഫുർ റഹ്മാൻ. ഒന്ന് താല്പര്യമില്ലേ? ഇപ്പൊ രാഷ്ട്രീയത്തില് ഇലക്ഷൻ നിൽക്കാൻ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും, ഒരു നേതാവാകാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോ ആലോചിച്ച് നോക്കൂ, അള്ളാഹു പറയുന്ന അള്ളാന്റെ ഒരു അതിഥിയാകാൻ നമുക്ക് താല്പര്യമില്ലേ? അല്ലെങ്കിൽ താല്പര്യം വേണ്ടേ? അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം ഹജ്ജിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ 2024 ഹജ്ജിന് 70% ഗവൺമെന്റിനുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 80% ബാക്കി 30% ഗ്രൂപ്പുകൾക്കാണ്. ഗ്രൂപ്പിലും പോകാൻ വിരോധമൊന്നുമില്ല. നമുക്ക് ഹജ്ജ് മാത്രം അങ്ങനെയുണ്ട് കുറെ മനുഷ്യരുണ്ട്. സർക്കാരിന്റെ ഒന്നും നമുക്ക് പറ്റൂല. സർക്കാർ സ്കൂളിൽ കുട്ടികളെ ചേർക്കൂല, സർക്കാർ ആശുപത്രിക്ക് നമ്മൾ പോകില്ല, ഒന്നും സർക്കാരിന്റെ പറ്റൂല. ഹജ്ജ് മാത്രം സർക്കാരിനെ കാത്തുക. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഹജ്ജ് മാത്രം സർക്കാരിന്റെ പറ്റുള്ളൂ. ചില ആൾക്കാർ ഞാൻ സർക്കാർ കിട്ടുക അപ്പോ 1 ലക്ഷം രൂപ ലാഭം ഉണ്ടാവും, ഒക്കെ ശരിയാ. ഞാൻ സർക്കാർ കിട്ടിയാലേ പോകുള്ളൂ, സർക്കാരുമോ പിടിച്ചു നിൽക്കും. അവന്റെ സർക്കാർ സ്കൂൾക്കോ ഇത് ഈ പ്രാധാന്യം ഒന്നും അതിനൊന്നും കൊടുക്കൂല. ഞാൻ പറഞ്ഞത് എല്ലാത്തിനും ഒരേപോലെ കണ്ടാൽ മതി. സർക്കാരിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവും, ദോഷങ്ങളുണ്ടാവും. പ്രൈവറ്റ് ഗ്രൂപ്പിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവും, ദോഷങ്ങളുണ്ടാവും. അപ്പൊ പോകാൻ ഉദ്ദേശിച്ച പിന്നെ ലാഭം നഷ്ടമൊന്നും നോക്കണ്ട. ലാഭത്തിനൊന്നല്ല പരിപാടി, പടച്ചോന്റെ അടുത്തുള്ള ലാഭം നോക്കിയാൽ മതി. പടച്ചോൻ ഇഷ്ടം പോലെ നമുക്ക് തന്നോളും. അപ്പൊ അതുകൊണ്ട് ഒന്ന് ഒരുങ്ങാനുള്ള സമയം, തീരുമാനമൊക്കെ ഒന്ന് മാറ്റാം. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോ ഒരു കുറിയുണ്ട്. ആ കുറി എന്താ നിങ്ങള് ഉംറക്ക് പോകാനുള്ള കുറിയാ. കുറി കിട്ടിയവനെ ഉംറ കൊണ്ടുപോകുന്ന ഹജ്ജിന് വേണ്ടി ഒരു കുറി തുടങ്ങിക്കോളി. കടം വീടൽ നിർബന്ധമല്ല. ബിസിനസ്സുകാരെ കടം വീടിയിട്ട് ഒരിക്കലും ഹജ്ജിന് പോകാൻ കഴിയില്ല. അവൻ കടപ്പിലാണ്ടി വരും, അല്ലെങ്കിൽ രോഗം പിടിച്ചിട്ട് എന്തെങ്കിലും സംഭവിക്കേണ്ടി വരും. ബിസിനസ്സുകാരൊക്കെ ഉണ്ടോ കടം വീടണം, അതൊക്കെ പറഞ്ഞ് ക്ലിയർ ആക്കുക. അതിനൊക്കെ അഡ്ജസ്റ്റ്മെന്റുകളുണ്ട്, സംവിധാനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഹജ്ജിന് പോകണം. പ്രാവശ്യത്തെ ഹജ്ജ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ 70% 30%. അതുപോലെ തന്നെ ഹജ്ജ് സുവിധ ഒരു ആപ്പ് ഉണ്ട്, മൊബൈലിൽ ഇരുന്നിട്ട് നമുക്ക് അപേക്ഷ കൊടുക്കാം. എല്ലാം ഓൺലൈനിലാണ്. അപ്പൊ ഒരു തയ്യാറെടുപ്പ്. ഒരു കൊല്ലം തന്നെ, ഇക്കൊല്ലം പറ്റിയില്ലെങ്കിൽ അടുത്ത കൊല്ലം ആദ്യം മുതൽ തന്നെ തയ്യാറെടുക്കുക. ഇങ്ങനെ വല്ല കുറിയോ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കൂട്ടിയിട്ട് കുറച്ചൊക്കെ നിയന്ത്രണം വരുത്തി ജീവിതത്തിലൊക്കെ ഒരു കൺട്രോൾ വരുത്തിയിട്ട് ഹജ്ജ് എന്നുള്ളത് ഇസ്ലാമിന്റെ 5ാമത്തെ കാര്യം റുക്കിന് പൂർത്തിയാക്കണം. ഒരു പെര വെച്ച് 4 പില്ലറ് എഞ്ചിനീയർ വരച്ചാൽ 3 പില്ലറ് കയറിയാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും? അയിമ കയറ്റിയാല് ആ ഒരു ന്യൂനത എപ്പോഴും സാധ്യമായിട്ട് നമ്മളൊക്കെ ആലോചിച്ചാൽ കഴിയും. കാരണം അതിലും വലിയതിന് നമ്മൾ കാശ് ചിലവാക്കുന്നുണ്ട്, അതിലും വലിയതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിലും വലിയതിന് ക്യാഷ് ചിലവാക്കുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ മാത്രമേ നമുക്ക് മസാലയും കാര്യങ്ങളൊക്കെ തോന്നുന്നുള്ളൂ. ഇല്ലെങ്കിൽ എന്താ അപ്പോ എന്നൊരു തോന്നല്. അതൊക്കെ മാറ്റിയിട്ട് ലിയശ്ഹദൂ മനാഫിഅ ലഹും, ആ ഉപകാരങ്ങൾക്ക് സാക്ഷിയാകാൻ വേണ്ടി കൃത്യമായി ഹജ്ജൊന്ന് അനുഭവിക്കാൻ, ഹജ്ജ് അനുഭവം ഇപ്പൊ നിസ്കാരത്തിൽ നിർബന്ധമായി ചെല്ലണം, ഫാത്തിഹ ഓതണം, അത്തയ്യാത്ത് ചെല്ലണം, സലാത്ത് ചെല്ലണം, സലാം വീട്ടണം, തക്ബീർ ചെല്ലണം. ഹജ്ജിലൊരു വസ്തു ചെല്ലാൻ പോലുമില്ല, അനുഭവമാണ്. അതുകൊണ്ട് ആ ഹജ്ജൊന്ന് അനുഭവിക്കാൻ അതിനും എല്ലാ പ്രായമായ പറ്റൂല. അതുകൊണ്ട് ഹജ്ജ് അനുഭവിക്കാൻ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിങ്ങളും, എല്ലാ ചെറുപ്പക്കാരികളും അതിന് തയ്യാറാവണം. വളരെ സുതാര്യമാണ് ഇപ്പോഴത്തെ നിയമങ്ങളൊക്കെ. കുറച്ച് ക്യാഷ് മാത്രമേ ഉള്ളൂ. അത് എല്ലാറ്റിനും വില കൂടിയില്ലേ? സ്വർണത്തിന് വില കൂടി. മീന് സാധാരണ മത്തി 10 റുപ്യക്ക് കിട്ടുന്ന മത്തിക്ക് ഇപ്പോ 300 റുപ്യ 400 റുപ്യ മത്തിക്ക് വില ഉണ്ട്. പിന്നെ ഹജ്ജിന് മാത്രം വില കൂടിയാണ്ട് പോകാതിരിക്കേണ്ട ആവശ്യമില്ല. നമ്മളാരും മീൻ വാങ്ങാതിരിക്കില്ലല്ലോ. അപ്പൊ അതുപോലെ കണക്കാക്കിയാൽ മതി. അതുകൊണ്ട് ഹജ്ജിന് പോകാനുള്ള ഒരു സന്നദ്ധത നമുക്കുണ്ടാവുക, അതിനുവേണ്ടി ശ്രമിക്കുക. പറ്റെങ്കിൽ ഈ വർഷം തന്നെ രണ്ടും കൽപ്പിച്ച് അത് തയ്യാറാകാൻ നമ്മൾ നോക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിമു അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഉമ്മനരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ദർറുൽ ഗഫാരിക്ക് കൊടുത്ത ചില വസിയ്യത്തുകളുണ്ട്, ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. അതിൽ 2-3 വസിയ്യത്ത്. നല്ല ചൂടുള്ള സമയത്ത് ഒരു നോമ്പ് നോൽക്കാൻ, എന്നാ പരലോകത്തെ ചൂടൊക്കെ ഒന്ന് അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. നല്ല ഇരുട്ടത്ത് നീട്ടിട്ട് 2 റക്അത്ത് നിസ്കരിക്ക തഹജ്ജുദ്. ആ ഖബറിലെ ഏകാന്തതയും അന്ധതയും ഒക്കെ മനസ്സിലാക്കാൻ നിനക്ക് ഉപകരിക്കും. നിനക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി നീ ഒരു ഹജ്ജ് നിർവഹിക്കുക എന്നാണ്. അതുകൊണ്ട് ഒന്നും വെറുതെ ആവൂല. അതുകൊണ്ട് നമുക്കെല്ലാം നേടിയെടുക്കാൻ കഴിയും. അല്ലാഹു റസൂൽ പറഞ്ഞതുപോലെ നമ്മുടെ ദാരിദ്ര്യമില്ലായ്മ ചെയ്യാനും
നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാനും നമുക്കെല്ലാ സഹായങ്ങളും റബ്ബിന്റെ ഭാഗത്ത് ഉണ്ടാവാനും നമ്മുടെ കാര്യങ്ങൾക്ക് ഭൗതികമായും പാരത്രികമായുള്ള എല്ലാ വിജയങ്ങൾക്കും നമുക്ക് ഉപകാരമാകും ഹജ്ജ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുകയും അത് ചെയ്യാത്തവരെ പ്രേരിപ്പിക്കും. ചില രക്ഷിതാക്കൾക്കൊക്കെ പണം ഉണ്ടാവും. ഒന്നുകിൽ നമ്മൾ മരിച്ചാൽ അവൻ ചെയ്യേണ്ടത് നമ്മുടെ പണത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ഹജ്ജിന് പോകല, അത് നമുക്ക് തന്നെ അനുഭവിച്ചൂടെ. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പണം എന്ത് ചെയ്യും നമ്മുടെ കുട്ടികൾ, നമുക്കത് ചെയ്യൂല്ലേ എന്ന് ഉറപ്പൊന്നും പറയാൻ വയ്യ. അപ്പൊ അതുകൊണ്ട് സാമ്പത്തികമായി ഒരു ഭദ്രത, ഹജ്ജിന് പോയി വരാനുള്ള കാശ് തൽക്കാലം ഒക്കുമെങ്കിൽ ഭാവി ജീവിതം ഒന്നും ആലോചിക്കണ്ട. തൽക്കാലം നമുക്ക് അത്ര പൈസ 7 ലക്ഷം ആണെങ്കിൽ 7 ലക്ഷം നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ നമുക്കത് ഒപ്പിക്കാൻ കഴിയുമെങ്കിൽ നമ്മളത് ചെയ്തിട്ട് ഈ ഹജ്ജില് നറുക്കെടുപ്പുണ്ടെങ്കിൽ അങ്ങനെ, പ്രൈവറ്റ് ആണെങ്കിൽ അങ്ങനെ, എങ്ങനെയായിരിക്കും വളരെ നേരത്തെ തന്നെ. കാരണം ഇപ്പോഴത്തെ കാലഘട്ടം നമുക്കറിയാലോ, ആ വാക്സിനേഷനോടും കഴിഞ്ഞതിന്റെ ശേഷം മനുഷ്യന്മാർക്ക് പെട്ടെന്ന് മരിച്ചു പോകാന്നാ പറയണത്. ചിലപ്പം കഴിഞ്ഞോളണമെന്നില്ല. അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ്. നബി തങ്ങൾ പറഞ്ഞതുപോലെ എന്ത് സംഭവിക്കും നമുക്ക് ആരും പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പോ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, പരലോകം നമ്മൾ ഉറപ്പിക്കുക, പരലോകം ഭദ്രമാക്കുക. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്, അത് സുരക്ഷിതമാക്കുക. അതിനുള്ള ഒരു മാർഗം, ഒരു പെർഫെക്ഷൻ ഹജ്ജ് കൊണ്ട് നമുക്ക് ലഭിക്കും. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.